three variables and one constraint. The method of Lagrange multipliers can also be used to maximize or minimize a function of three variables subject to a constant g of x is equal to 0. അപ്പോൾ നമ്മളൊരു ഫംഗ്ഷനെ മാക്സിമൈസ് അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു മെത്തേഡ് ആയിരുന്നു ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞത്, കണ്ടല്ലോ. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പുതിയൊരു രീതിയിലൂടെ നമുക്ക് മാക്സിമൈസ് ചെയ്യാം അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യാം. അതായത് ഒരു കൺസ്ട്രെയിൻ്റ് കൂടെ തരികയാണ്. ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന കൺസ്ട്രെയിൻ്റ് കൂടെ സാറ്റിസ്ഫൈ ചെയ്യണം. എന്നിട്ട് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമ്മൾ എഫിനെ മാക്സിമൈസ് ഓർ മിനിമൈസ് ചെയ്യണം. അങ്ങനെ കിട്ടുന്ന മാക്സിമത്തിനെ നമ്മൾ കൺസ്ട്രെയിൻ്റ് അബ്സല്യൂട്ട് മാക്സിമം എന്ന് പറയും. അങ്ങനെ കിട്ടുന്ന മിനിമത്തിനെ നമ്മൾ കൺസ്ട്രെയിൻ്റ് റിലേറ്റീവ് മിനിമം എന്നും പറയും. അപ്പോൾ ഇതിൽ ജോമെട്രിക്കലി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോമെട്രിക്കലി ഒരു സർഫസ് ആയിരിക്കും നമ്മുടെ 3 സ്പേസിൽ. അപ്പോൾ ഈ സർഫസിലെ പോയിൻ്റുകളുണ്ടെങ്കിൽ ഈ പോയിൻ്റുകൾ എടുത്ത് നമ്മൾ ഫംഗ്ഷൻ എഫിനകത്ത് ഇട്ട് കൊടുക്കണം. അതായത് എഫിന് ഈ സർഫസയിലുള്ള മാക്സിമം വാല്യൂ അല്ലെങ്കിൽ എഫിന് ഈ സർഫസയിലുള്ള മിനിമം വാല്യൂ, അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അല്ലെങ്കിൽ ഈ സർഫസിലെ പോയിൻ്റുകൾ നമ്മൾ എഫിൽ ഇട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന മാക്സിമം വാല്യൂ, അല്ലെങ്കിൽ സർഫസിലെ പോയിൻ്റുകൾ നമ്മൾ എഫിലിട്ട് കൊടുക്കുമ്പോൾ ഉള്ള മിനിമം വാല്യൂ, എല്ലാം ഒരേ കാര്യം തന്നെയാണ്. അതാണ് ഈ കൺസ്ട്രെയിൻറ്റ് അബ്സല്യൂട്ട് മാക്സിമം അല്ലെങ്കിൽ കൺസ്ട്രെയിൻറ്റ് അബ്സല്യൂട്ട് മിനിമം എന്നൊക്കെ പറയുന്നത്. We will say that f has a constraint absolute maximum or minimum if f of x is the largest value on S, and we say that f has a constraint relative maximum or minimum if f is the largest value at all points of near. അതായത് റിലേറ്റീവ് മാക്സിമം അല്ലെ മിനിമം എന്ന് പറയുന്നത് തമ്മിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമം ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കൺസ്ട്രെയിൻറ്റ് റിലേറ്റീവ് മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഇസ് നോട്ട് ഇസ് ദ ലാർജസ്റ്റ് വാല്യൂ ഓഫ് എഫ് അറ്റ് ഓൾ പോയിൻറ്റ്സ് ഓഫ് ക്യാപിറ്റൽ എസ് നിയർ. അതായത് ഈ എക്സ് നോട്ട് വൈ നോട്ട് ഇസഡ് നോട്ടിന് ചുറ്റുമുള്ള പോയിൻറ്റുകളിൽ വെച്ച് ആ ഒരു ചെറിയ നെയ്ബർഹുഡിൽ എഫ് വലുതാണ്. അല്ലെങ്കിൽ ആ ചെറിയ നെയ്ബർഹുഡിൽ എക്സ് നോട്ട് വൈ നോട്ട് ഇസഡ് നോട്ട് എന്ന് പറയുന്ന പോയിൻറ്റിന് ചുറ്റുമുള്ള ഒരു ചെറിയ റീജിയനിൽ നമ്മുടെ ഫംഗ്ഷൻ്റെ മാക്സിമം അല്ലെങ്കിൽ മിനിമം, അതാണ് റിലേറ്റീവ് മാക്സിമം, കൺസ്ട്രെയിൻറ്റ് റിലേറ്റീവ് മാക്സിമം അല്ലെങ്കിൽ മിനിമം എന്ന് പറയുന്നത്. തിയറം 13.9.4 Constraint extremum principle for 3 variables and 1 constraint. Let f and g be functions of 3 variables with the continuous first partial derivatives on some open set containing the constraint surface g of x is equal to 0, and assume that del g not equal to 0 at any point on this surface. If f has a constraint relative extremum, then this extremum occurs at a point x naught y naught z naught on the constrained surface at which the gradient vectors del f of x naught y naught z naught and del g of x naught y naught z naught are parallel. That is, there is some number lambda such that del f is equal to lambda into del g. Constraint extremum principle for 3 variables and 1 constraint. എന്താണെന്ന് നോക്കാം. എഫും ജിയും ഫങ്ഷൻസ് ആണ്, 3 വേരിയബിൾ ഫങ്ഷൻസ് ആണ്. കണ്ടിന്യൂസ് ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഉണ്ട് ഓൺ ആൻ ഓപ്പൺ സെറ്റ് കണ്ടെയ്നിങ് ദി കൺസ്ട്രെയിൻറ്റ് സർഫസ് ജി, ആൻഡ് അസ്യൂം ദാറ്റ് ഡെൽ ജി നോട്ട് ഈക്വൽ ടു 0 നമ്മൾ അസ്യൂം ചെയ്യുന്നു അറ്റ് എനി പോയിൻ്റ് ഓൺ ദിസ് സർഫസ്. If f has a constraint relative extremum, then this extremum occurs at a point x naught y naught z naught on the constrained surface. അപ്പം if f has a constraint relative extremum, then this extremum occurs at a point on the constrained surface at which the gradient vectors del f and del g are parallel. എഫിന് കൺസ്ട്രെയിൻറ്റ് റിലേറ്റീവ് എക്സ്ട്രീമം ഉണ്ടെങ്കിൽ അത് ഒക്കർ ചെയ്യുന്നത് ഡെൽ എഫും ഡെൽ ജിയും പാരലൽ ആകുന്ന പോയിന്റിലാണ്. ദാറ്റ് ഈസ് പാരലൽ ആവുന്ന എപ്പോഴാണ് ഡെൽ എഫ് ഇസിക്കൽ ലാംഡ ഇൻറ്റു ഡെൽ ജി ആകും, ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ആകുമ്പോൾ. അപ്പോൾ ഈ കണ്ടീഷൻ ഡെൽ ജി നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം, അത് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ ഈ കണ്ടീഷൻ ഉപയോഗിക്കുക, ഡെൽ എഫ് ഇസിക്കൽ ലാംഡ ഇൻറ്റു ഡെൽ ജി. അപ്പോൾ എക്സാമ്പിൾ 3, ഫൈൻഡ് the points on the sphere x square plus y square plus z square equal to 36 that are closest to
ആൻഡ് ഫാർദസ്റ്റ് ഫ്രം ദി പോയിൻറ്റ് 1 2 2. ഓക്കെ, അപ്പോൾ ഒരു സ്ഫിയറയിലെ പോയിൻറ്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ആർ ക്ലോസസ്റ്റ് ടു ആൻഡ് ഫാർദസ്റ്റ് ഫ്രം. ഈ സ്ഫിയറയിൽ നിൽക്കുന്ന പോയിൻ്റ് ആയിരിക്കണം കണ്ടുപിടിക്കാൻ. അപ്പോൾ നമ്മുടെ സർഫസ്, നേരത്തെ ജിയുടെ സർഫസ് എന്ന് പറയുന്നത് എന്തായി? ഈ സ്ഫിയർ ആയില്ലേ. ഇനി ക്ലോസസ്റ്റ് ടു ആൻഡ് ഫാർദസ്റ്റ്, ഈ 1 2 2 എന്ന് പറയുന്ന പോയിൻറ്റുമായിട്ട് ഏറ്റവും അടുത്ത് വയ്ക്കുന്ന പോയിൻറ്റുകൾ, അല്ലെങ്കിൽ ഇതുമായിട്ട് ഏറ്റവും അകലെ നിൽക്കുന്ന പോയിൻറ്റുകൾ, അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡിസ്റ്റൻസിനെ 1 2 2 എന്ന് പറയുന്ന പോയിൻറ്റുമായിട്ടുള്ള ഡിസ്റ്റൻസിനെ മാക്സിമൈസ് ചെയ്യുക അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യുക. അതല്ലേ നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ സൊല്യൂഷൻ: ടു അവോയ്ഡ് റാഡിക്കൽസ് വി വിൽ ഫൈൻഡ് പോയിൻറ്റ്സ് ഓൺ ദ സ്ഫിയർ ദാറ്റ് മിനിമൈസ് ആൻഡ് മാക്സിമൈസ് ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ടു 1 2 2. Thus we want to find the relative extrema of f of x y z equal to x minus 1 the whole square plus y minus 2 the whole square plus z minus 2 the whole square. അപ്പോൾ നമ്മൾ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു ഇപ്പോൾ എഴുതിയിരിക്കുന്ന ഫംഗ്ഷനാണ് ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമ്മൾ മാക്സിമൈസ് അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്തിൽ നോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇത്തിരി ഇവിടെ വേണ്ടാന്ന് തോന്നുന്ന സെൻറ്റൻസ് ജസ്റ്റ് ഞാൻ അവോയ്ഡ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇത്ര എഴുതിയാൽ മതി നിങ്ങൾ. ഹിയർ വി വാണ്ട് ടു minimize or maximize the function f of x y is equal to x minus 1 the whole square plus y minus 2 the whole square plus z minus 2 the whole square, subject to the condition x square plus y square plus z square equal to 36. അല്ലെങ്കിൽ ഇതിൽ എഴുതിയിരിക്കുന്ന പോലെ തന്നെ എഴുതാം. ഇതിൽ എഴുതിയിരിക്കുന്ന പോലെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. we will find points on the sphere that minimize and maximize the square of the distance to 1 2 2. Thus we want to find the relative extrema of f of x y z equal to x minus 1 the whole square plus y minus 2 the whole square plus z minus 2 the whole square, subject to the constraint x square plus y square plus z square equal to 36. അത്ര എഴുതുക. അപ്പം ഇതാണ് ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നതിന് എഫ്. നമ്മൾ മാക്സിമൈസ് ഓർ മിനിമൈസ് ചെയ്യേണ്ട ഫംഗ്ഷനാണ് എഫ്. പോയിൻറ്റ്സ് എവിടെ നിന്ന് എടുക്കുന്നു, അല്ലെങ്കിൽ ആ കൺസ്ട്രെയിൻ്റ് ആണ് നമ്മുടെ ജി എന്ന് പറയുന്നത്. അപ്പോൾ അതിവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഇക്വൽ 36 ആണ്. എഫ് വി ലെറ്റ് ജി ഓഫ് എക്സ് വൈ സെഡ് ഇക്വൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. ദെൻ അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് ജി എന്ന് പറയുന്ന എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡെൽ ജി എന്ത് കിട്ടും? ഡെൽ ജി കണ്ടുപിടിക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. 2xi പ്ലസ് 2yj പ്ലസ് 2zk ആണ്. ദസ് ഡെൽ ജി ഈക്വൽ ടു 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഡെൽ ജി ഈക്വൽ ടു 0 ആവുന്ന എപ്പോഴാണ്? എക്സും വൈ ഇസഡ് 0 ആകുമ്പോഴാണ്. ഡെൽ ജി നോക്കുക. അപ്പോൾ അതിനകത്തിൽ എക്സ് വൈ ഇസഡ് ഒരുമിച്ച് 0 ആകുമ്പോഴാണ് നമുക്ക് ഡെൽ ജി 0 ആയിട്ട് കിട്ടുന്നത്. അപ്പം ഇറ്റ് ഫോളോസ് ദാറ്റ് ഡെൽ ജി നോട്ട് ഈക്വൽ 0 അറ്റ് എനി പോയിന്റ്. നമ്മുടെ സർഫസയിൽ എന്താകരുത്? ഡെൽ ജി നോട്ട് ഈക്വൽ 0 ഡെൽ ജി 0 ആകരുത് സർഫസയിൽ. അങ്ങനെയാണ് നമ്മുടെ തിയറത്തിനകത്ത് പറഞ്ഞത്. അപ്പോൾ ഈ സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഫിയറാണ്. സ്ഫിയറയിൽ ഈ 0 0 0 എന്ന് പറയുന്ന പോയിൻ്റ് ഇല്ല. കാരണം അത് സാറ്റിസ്ഫൈ ചെയ്യത്തില്ല ഈ ഇക്വേഷൻ. അല്ലെങ്കിലും സ്ഫിയറുടെ സെൻറ്റർ ഒരിക്കലും സ്ഫിയറയിൽ വരില്ലല്ലോ. ഇനി ആൻഡ് ഹെൻസ് ദ കൺസ്ട്രെയിന്റ് റിലേറ്റീവ് extrema must occur at points where del f is equal to lambda into del g. That is സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. കമ്പയർ ചെയ്യുക. ഐയുടേത് ജെയുടേത് കെയുടേത് കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്ത് എഴുതി. We may assume that x, y and z are non-zero since x equal to 0 does not satisfy the first equation, y equal to 0 does not satisfy the second, and z equal to 0 does not satisfy the third. Thus we can rewrite as അപ്പം നമുക്ക് എക്സും വൈ ഇസഡ് നോൺ സീറോ ആണെന്ന് എടുക്കാം. കാരണം ഇക്വേഷൻ 9 നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് എക്സ് ഈക്വൽ ടു 0 കൊടുത്താൽ ലെഫ്റ്റ് സൈഡിൽ എന്ത് കിട്ടും? -2 കിട്ടും. റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് 0 കിട്ടും. അപ്പോൾ -2 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അത് പോസിബിൾ അല്ല. അടുത്തതിനകത്ത് ഇതേപോലെ -4 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതും ശരിയല്ല. അടുത്തതിനകത്ത് വീണ്ടും -4 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതും ശരിയല്ല. അപ്പോൾ എക്സും വൈ ഇസഡും 0 ആകാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻസിനെ റീറേറ്റ് ചെയ്ത് എഴുതാൻ കഴിയും. എക്സ് മൈനസ് 1 ഡിവൈഡ് ബൈ എക്സ് ഈക്വൽ ടു ലാംഡ. 2 ക്യാൻസൽ ചെയ്യുന്നു. y മൈനസ് 2 ഡിവൈഡ് ബൈ y ഈസ് ഈക്വൽ ടു ലാംഡ. z മൈനസ് 2 ഡിവൈഡ് ബൈ z ഈക്വൽ ടു ലാംഡ. ഓക്കെ, ഇനി അപ്പോൾ ഇതെല്ലാം ലാംഡയാണ്. ആദ്യത്തെ രണ്ടെണ്ണം നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നു. എക്സ് മൈനസ് 1 ബൈ എക്സ് ഈക്വൽ ടു y മൈനസ് 2 ബൈ y. ഇതിൽ നമുക്ക് y ഈക്വൽ ടു 2x എന്ന് കിട്ടും.
ഇതേപോലെ തന്നെ ഇസഡ് ഈക്വൽ ടു എക്സ് എന്നും കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഈ 10ഉം 11ഉം എടുത്ത് നമ്മൾ 8-നകത്ത് കൊടുക്കുന്നു. ഇക്വേഷൻ 8 കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് 9x² 36 എന്ന് കിട്ടും. എക്സിൻ്റെ വാല്യൂസ് കിട്ടും. എക്സിൻ്റെ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ വൈയും ഇസഡും കിട്ടും. അങ്ങനെ 2 എണ്ണം കിട്ടുന്നു. +2നും -2നും കറസ്പോണ്ടിങ് ആയിട്ട് 2 ട്രിപ്ലെറ്റുകൾ കിട്ടി. അപ്പോൾ ഈ 2 എണ്ണത്തിൽ നമ്മൾ എഫിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുന്നു. ആദ്യം നമുക്ക് 9 കിട്ടുന്നു, പിന്നെ 81 കിട്ടുന്നു. അപ്പോൾ ഈ 244 ഈസ് ദ പോയിൻ്റ് ഓൺ ദിസ് സ്ഫിയർ ക്ലോസസ്റ്റ് ടു. അപ്പോൾ മാക്സിമം വന്നിരിക്കുന്ന എപ്പോഴാണ്? മാക്സിമം ഡിസ്റ്റൻസ് വന്നിരിക്കുന്ന 81 എന്ന് പറഞ്ഞ് -2 -4 ആണ്. അതാണ് ഏറ്റവും അകലെ നിൽക്കുന്നത്. മറ്റേ 244 എന്ന് പറയുന്നത് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. അതിൻ്റെ ഡിസ്റ്റൻസ് നമുക്ക് 9 എന്ന് കിട്ടി. ഓക്കെ, അപ്പം ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുണ്ടായിരുന്നത്. നമ്മൾ കണ്ടുപിടിച്ചു. നെക്സ്റ്റ് എക്സാമ്പിൾ, യൂസ് ലഗ്രാഞ്ചി മൾട്ടിപ്ലയർ ടു ഡിറ്റർമിൻ the dimension of a rectangular box. Dimensions of a rectangular box open at the top, having a volume of 32 feet cube and requiring the least amount of material for its construction. അപ്പോൾ നമുക്ക് ലഗ്രാഞ്ചി മൾട്ടിപ്ലയർ ഉപയോഗിച്ചിട്ട് റെക്റ്റാങ്കിൾ, ഇത് നേരത്തെ നമ്മൾ ചെയ്ത പ്രോബ്ലം ആണത്. ലഗ്രാഞ്ചി മൾട്ടിപ്ലയർ വെച്ചിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. വോളിയം 32 ഫീറ്റ് ക്യൂബും പിന്നെന്താണ് ലീസ്റ്റ് എമൗണ്ട് ഓഫ് മെറ്റീരിയൽ ഫോർ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഫസ് ഏരിയ മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, ഓപ്പണായിട്ട് വരുന്ന ടോപ്പ് ഓപ്പണായിട്ട് വരുന്ന ഒരു സംഭവമാണ്, റെക്റ്റാങ്കുലർ ബോക്സ് ആണ്. With a notation introduced in example 6 of the last section, the problem is to minimize the surface area. Capital S is equal to xy plus 2xz plus 2yz. ക്യാപിറ്റൽ എസ് നോക്കിക്കേ, എക്സ് ഇൻറ്റു വൈ പ്ലസ് അത് 2 വന്നില്ല. അപ്പം ഫുൾ നമ്മൾ ക്ലോസ്ഡ് ആയിട്ടുള്ള ബോക്സ് ആയിരുന്നെങ്കിൽ 2xy എന്ന് വന്നേനെ. ഇത് ഒരെണ്ണം മാത്രം എക്സ് ബാക്കി പ്ലസ് 2xz പ്ലസ് 2yz. സബ്ജക്റ്റ് ടു ദ വോളിയം കൺസ്ട്രെയിൻറ്റ് xyz ഈക്വൽ ടു 32. അപ്പോൾ അതാണ് നമ്മുടെ കൺസ്ട്രെയിൻറ്റ്. ഈ വോളിയം xyz ഈക്വൽ ടു 32 ആവണം. അതേപോലെ ക്യാപിറ്റൽ എസ് മിനിമൈസ് ചെയ്യുക. ഓക്കെ, ഇഫ് വി ലെറ്റ് എഫ് ഓഫ് xyz ഈക്വൽ ടു, അപ്പം മാക്സിമൈസ് അല്ല മിനിമൈസ് ചെയ്യേണ്ടതാണ് എഫ്. അപ്പോൾ xy പ്ലസ് 2xz പ്ലസ് 2yz ആൻഡ് ആ ഒരു റെസ്ട്രിക്ഷൻ പറയുമല്ലേ, അതിനാണ് കൺസ്ട്രെയിൻറ്റ് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ജി, അത് xyz. ഓക്കെ, അപ്പോൾ ഡെൽ എഫ് കണ്ടുപിടിച്ചു, ഡെൽ ജി കണ്ടുപിടിച്ചു. ഡെൽ ജി എന്ന് പറയുന്നത് 0 ആവുന്നത് ഇത് മുഴുവൻ 0 ആകുമ്പോഴേ, xyzഉം എല്ലാം 0 ആകുമ്പോഴാണ്. If it follows that del G not equal to 0 at any point on the surface xyz equal to 32. ഇപ്പോൾ xyzഉം 0 ആവുന്ന പോയിൻ്റ് ഇവിടെ വരില്ല. 32ൽ ഈ xyz equal to 32-നകത്ത് വരില്ല. Since xy and z are all non-zero on this surface. Thus at a constraint relative extremum B must have del f is equal to lambda into del G. ഇപ്പം കൺസ്ട്രെയിൻ റിലേറ്റീവ് എക്സ്ട്രീമം ആണെങ്കിൽ ഡെൽ എഫ് ഇസിക്കൽ ലാംഡ ഇൻറ്റു ഡെൽ ജി ആണ്. അപ്പോൾ ഈ കാര്യം എഴുതുന്നതിന് പ്രത്യേക മാർക്കുണ്ടാവും. ഒന്നാമത് സർഫസ് എഴുതണം, അല്ലെങ്കിൽ എഫും ജിയും എഴുതുന്നതാണ് ആദ്യമുള്ളത്. എഫ് എന്താണ്, ജി എന്താണ്, അതിന് മാർക്കുണ്ടാവും. ഡെൽ എഫും ഡെൽ ജി എഴുതുന്നതിന് മാർക്കുണ്ടാവും. ഇനി ഡെൽ ജി നോട്ട് ഈക്വൽ 0 എന്ന് എഴുതുന്നതിനുണ്ടാവും. പിന്നെ ഡെൽ എഫ് ഇസിക്കൽ ലാംഡ ഇൻറ്റു ഡെൽ ജി എന്ന് എഴുതുന്നതിനുണ്ടാവും. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോന്നിനും ഉണ്ടാവും. ഇതിലേതെങ്കിലും വിട്ടുപോയാൽ മാർക്ക് കിട്ടത്തില്ല. അപ്പം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കമ്പയർ ചെയ്ത് എഴുതി. ഇനി എക്സും വൈസഡും non-zero ആവണം. കാരണം എക്സും വൈസഡും 0 ആയി കഴിഞ്ഞാൽ നമുക്ക് xyz ഈക്വൽ 32 സാറ്റിസ്ഫൈ ചെയ്തില്ലല്ലോ. അപ്പോൾ ആ പോയിന്റ് നമുക്ക് അവോയ്ഡ് ചെയ്യും. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ xyz കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഓരോന്നിനെയും ആദ്യത്തെ ഇക്വേഷനിൽ നമ്മൾ y പ്ലസ് 2z ഈക്വൽ ലാംഡ വൈസഡിനെ നമ്മൾ വൈസഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എക്സ് പ്ലസ് 2z ഈക്വൽ ടു ലാംഡ ഇൻറ്റു എക്സിനെ നമ്മൾ xz കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 2x പ്ലസ് 2y ഈക്വൽ ടു ലാംഡ ഇൻറ്റു xyനെ നമ്മൾ xy കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഇത്രയും കിട്ടി ഫ്രം ദ ഫസ്റ്റ് 2 ഇക്വേഷൻസ്. ആദ്യത്തെ 2 ഇക്വേഷനകത്ത് നമുക്ക് രണ്ടിടത്തും എന്തുണ്ട്, ലാംഡയാണ് രണ്ടും. 1/z രണ്ടിടത്തും ഉണ്ട്. അപ്പം 2/y ഈക്വൽ ടു 2/x എന്ന് കിട്ടും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y ഈക്വൽ ടു x എന്ന് കിട്ടും. ഫസ്റ്റ് ആൻഡ് തേർഡ് ഇക്വേഷൻസ് കമ്പയർ ചെയ്താൽ രണ്ടിടത്ത് കോമൺ ആയിട്ട് വരുന്നില്ല. അത് എഴുതി നോക്കണം. എഴുതി ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് z ഈക്വൽ 1/2x കിട്ടും. 13ഉം 14ഉം 12ലേക്ക് ഇട്ട് കൊടുക്കുക. എപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത്. നേരത്തെ അങ്ങനെ ആയിരുന്നു ചെയ്ത് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് 1/2x³ ഈക്വൽ 32 എന്ന് കിട്ടും. അപ്പോൾ അതിന് x, y, y, z
4 4 2 എന്ന് കിട്ടി. വിച്ച് അഗ്രീസ് വിത്ത് ദ റിസൾട്ട് ദാറ്റ് വാസ് ഒബ്റ്റെയിൻ ഇൻ എക്സാമ്പിൾ 6 ഓഫ് ദ ലാസ്റ്റ് സെക്ഷൻ. നേരത്തെ നമ്മൾ ചെയ്തപ്പോഴും ഇത് തന്നെയായിരുന്നു ആൻസർ കിട്ടിയിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞ സെക്ഷൻ കഴിഞ്ഞു.